വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. വലിയ പ്രതീക്ഷകളുമായിട്ടാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. ഇത്തവണ ഒന്നും രണ്ട് സീറ്റുകളല്ല, ഭരണം തന്നെ പിടിച്ചെടുക്കുമെന്ന അവകാശവാദമാണ് സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെയുള്ളവർ നടത്തുന്നത്. കഴിഞ്ഞ തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ നടത്തിയ ഒരു പ്രസ്താവന അതിന്നും ഒരു ചരിത്ര പ്രസിദ്ധമായ പ്രസ്താവനയായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അന്ന് സുരേന്ദ്രൻ പറഞ്ഞത് 35 സീറ്റുകൾ പിടിച്ചാൽ തങ്ങൾ കേരളം ഭരിക്കും എന്നാണ്. ഒരു സീറ്റ് ഉള്ളത് നിലനിർത്താൻ പോലും പരിശ്രമിക്കാതെയാണ് സുരേന്ദ്രൻ അത്തരമൊരു പ്രസ്താവന നടത്തിയത്. 35 സീറ്റുകൾ ഞങ്ങൾ നേടിയാൽ ഭരണം പിടിക്കും. അപ്പോൾ അത്രയും സീറ്റുകൾ പിടിക്കുമെന്ന് വലിയ ഉറപ്പായിരുന്നു. എന്നാൽ അവസാനം വോട്ടെണ്ണി ഫലം പുറത്തു വന്നപ്പോൾ ഉണ്ടായിരുന്ന നേമത്ത് പോലും 8 നിലയിൽ പൊട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതൊക്കെ തന്നെ മറന്നുകൊണ്ടാണ് ഇത്തവണ വീണ്ടും മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് ബി.ജെ.പി. പഴയ അവകാശവാദങ്ങളൊക്കെ പൊടി തട്ടിയെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ വാചകമടിയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. ഇത്തവണയും അവര് 1-2 സീറ്റുകളുടെ എണ്ണമൊന്നും പറയുന്നില്ല. അവർ പറയുന്നത് LDF സർക്കാരിനെ ജനങ്ങൾ വെറുത്തു കഴിഞ്ഞിരിക്കുന്നു, UDF-നെയും ജനങ്ങൾ വെറുത്തിരിക്കുന്നു. അതുകൊണ്ട് അവരൊരു മാറ്റം ആഗ്രഹിക്കുന്നു, ഒരു ഓൾട്ടർനേറ്റീവ്. ഈ രണ്ട് മുന്നണികളുമല്ലാതെ ഒരു ഓൾട്ടർനേറ്റീവ് ജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തങ്ങൾ ജയിക്കുമെന്നുള്ള ഏതോ മൂഢസ്വർഗത്തിലാണ് ബി.ജെ.പിയുടെ നേതാക്കളെല്ലാം ഇപ്പോഴും ഉള്ളത്. എന്നാൽ എല്ലാവരും അങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. ചില പ്രമുഖ നേതാക്കൾ, ഇപ്പോൾ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർ പലരും ബി.ജെ.പി. അങ്ങനെ ജയിക്കില്ല എന്ന് ചില ചാനലുകളോടുള്ള അഭിമുഖത്തിലൊക്കെ തന്നെ അറിയാതെയാണെങ്കിലും തുറന്ന് പറയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായ പത്മജ വേണുഗോപാൽ നടത്തിയ പ്രതികരണം വലിയ രസകരമായ ഒന്നാണ്. അവരോട് മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്ഥിതികളെ കുറിച്ചൊക്കെ തന്നെ ചോദിക്കുമ്പോൾ നേരത്തെയൊക്കെ തന്നെ പോലെ വിജയം അവർ അവകാശപ്പെടുകയാണ്. 2016-ലും 2021-ലും കോൺഗ്രസ് ടിക്കറ്റിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച വ്യക്തിയാണ് പത്മജ വേണുഗോപാൽ. 2016 വരെ ഏതാണ്ട് 25 വർഷക്കാലം കോൺഗ്രസിന്റെ UDF-ന്റെ സീറ്റായിരുന്ന മണ്ഡലമാണ് തൃശ്ശൂര്. അവിടെ 2016-ൽ കൊണ്ടുവന്ന കൈവിട്ട വ്യക്തിയാണ് പത്മജ. 2021-ലേക്ക് വന്നപ്പോൾ വീണ്ടും ശക്തമായ പോരാട്ടത്തിനൊടുവിൽ അവിടെ തോൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ആ പത്മജ വേണുഗോപാൽ ഇപ്പോൾ വീണ്ടും മൂന്നാമത് ഒരു അംഗത്തിന് ഇറങ്ങുന്നു. അത് ബി.ജെ.പി. ടിക്കറ്റിലാണ്. അപ്പോൾ പറയുന്നത് ഇത്തവണ താൻ എന്തായാലും ജയിക്കും, കാരണം ബി.ജെ.പിയിലായതുകൊണ്ട് ജയിക്കും. കോൺഗ്രസിലായപ്പോൾ കോൺഗ്രസ്സുകാർ കാലുവാരി, എന്നാൽ ഇത്തവണ ബി.ജെ.പിയിൽ അത്തരം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഐക്യമാണ് എന്നൊക്കെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. ഏത് ബി.ജെ.പിയെ കുറിച്ചാണ് പത്മജ പറയുന്നത് എന്ന് അറിയില്ല. അവിടുത്തെ യഥാർത്ഥ അവസ്ഥ എന്താണ് എന്ന് അറിയണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള നേതാക്കളോട് ചോദിക്കേണ്ടതാണ്. അതിനിതുവരെ പത്മജയ്ക്ക് സമയം കിട്ടിയിട്ടുണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പത്മജ പറയുന്ന പോലെ മറ്റൊരു മൂഢസ്വർഗത്തിലാണ്. തൃശ്ശൂരിൽ നിന്നും ഇത്തവണ വിജയിക്കാൻ കഴിയും, കോൺഗ്രസിൽ വലിയ അടിയാണ് എന്നൊക്കെയാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. ഒപ്പം തന്നെ ഈ സംസ്ഥാന തലത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പത്മജ എന്തായാലും ബി.ജെ.പി. ഭരണത്തിലേറുമെന്ന് പറയുന്നില്ല. അവർക്ക് ആ കാര്യത്തിലൊരു സാമാന്യ ബോധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് പത്മജ പറയുന്നത് സർക്കാരിനെതിരായിട്ടൊരു വികാരമുണ്ട്. ഒപ്പം തന്നെ UDF അവർ കോൺഗ്രസിനെ എപ്പോഴും കുറ്റം പറയുന്ന ഒരു വ്യക്തിയാണ്. കോൺഗ്രസിൽ നിന്നും പുറത്തുപോയ ശേഷം ഇത്രത്തോളം കോൺഗ്രസിനെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി വേറെ ഉണ്ടാകില്ല. കോൺഗ്രസിലെ ഓരോ ചലനങ്ങളും നോക്കി അപ്പോഴപ്പോൾ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ട് ഫേസ്ബുക്കിൽ പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പത്മജ വേണുഗോപാൽ. അപ്പോൾ ഇപ്പോഴും കോൺഗ്രസിലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടുപിടിച്ച് ഇങ്ങനെ പറയുകയാണ് പത്മജ വേണുഗോപാലിന്റെ പ്രധാനപ്പെട്ട ഒരു ഹോബി. അപ്പോൾ അവർ പറയുന്നത് കോൺഗ്രസിൽ ഇങ്ങനെ പ്രശ്നങ്ങളാണ്, അടിയാണ്, പിടിയാണ്. അപ്പോൾ എന്തായാലും ഈ പറയുന്ന പോലെ UDF അവകാശപ്പെടുന്ന പോലെ 100 സീറ്റ് എന്നുള്ള അവകാശവാദം 100 സീറ്റും ഒന്നും കിട്ടാൻ പോകുന്നില്ല. എന്തെങ്കിലും നേരിയ വ്യത്യാസത്തിന് മാത്രമേ ഭരണമാറ്റം ഉണ്ടാവുകയുള്ളൂ എന്നവർ പറയുന്നുണ്ട്. എന്തായാലും ഭരണമാറ്റം അവർ പ്രവചിക്കുന്നുണ്ട്. അവർക്കുള്ള ഒരു തർക്കമെന്ന് പറയുന്നത് UDF പറയുന്ന 100-90 സീറ്റുകളൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഏത് മുന്നണി അധികാരത്തിൽ വന്നാലും അത് ഒരു നേരിയ വ്യത്യാസത്തിനായിരിക്കുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ അവർ പറയുന്നത് സർക്കാരിനെതിരായിട്ടുള്ള വലിയ വികാരം സംസ്ഥാനത്തുണ്ട്, അതെങ്ങനെ പ്രതിഫലിക്കുമെന്ന് അറിയുന്നില്ല എന്നും പറയുന്നു. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് പരസ്യമായിട്ട് പറയാൻ മടിയുള്ളത് കൊണ്ടാണ്. അത് UDF അധികാരത്തിൽ വരുമെന്ന് അവരുടെ പ്രതികരണത്തിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ UDF പ്രതിപക്ഷ നേതാവൊക്കെ പറയുന്നത് പോലെ 100 സീറ്റ് കിട്ടുന്ന കാര്യത്തിൽ മാത്രമേ അവർക്ക് തർക്കമുള്ളൂ. അത് കിട്ടില്ല, അത്രയൊന്നും കിട്ടാൻ പോകുന്നില്ല. UDF അധികാരത്തിലെത്തും എന്ന തരത്തിലാണ് പത്മജയുടെ പ്രതികരണത്തെ നമുക്ക് വ്യാഖ്യാനിക്കാവുന്നത്. ഒപ്പം തന്നെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ തൻ്റെ സ്വന്തം സഹോദരനായ കെ മുരളീധരനാണ് മത്സരിക്കുന്നത്. അവിടുത്തെ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പത്മജ പറയുന്നത്
താൻ ഈ തൃശ്ശൂർ മണ്ഡലത്തിലെ കാര്യം മാത്രമാണ് നോക്കുന്നത്, മറ്റു മണ്ഡലങ്ങളിലൊന്നും കാര്യം തനിക്ക് നോക്കാൻ സമയമില്ല, താൻ നോക്കിയിട്ടില്ല, ഇവിടുത്തെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ കേരളത്തിലെ മൊത്തത്തിലെ പൊതുചിത്രത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് വാചാലിയായിട്ട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പത്മജയുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് BJP എന്തായാലും അധികാരത്തിൽ എത്തില്ല എന്ന് പത്മജ ഉറപ്പിക്കുകയാണ്. മറ്റു നേതാക്കൾ ആരെങ്കിലും ഒക്കെ പറയുമ്പോൾ അവർ പ്രതികരിക്കുമ്പോൾ BJPക്ക് ഒരു സാധ്യതയുണ്ട്, അല്ലെങ്കിൽ BJP അധികാരത്തിൽ വരുമെന്ന് പ്രതികരിക്കാറുണ്ട്. എന്നാൽ പത്മജ BJPയെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. കേരളത്തിലെ ആര് ഭരണം പിടിക്കുമെന്നുള്ള ചോദ്യത്തിന് പത്മജ വേണുഗോപാലിന്റെ മറുപടിയിൽ BJP ഒരു സാധ്യതയുണ്ട് എന്ന് എവിടെയും പറയുന്നില്ല. BJPയുടെ പേരെ പത്മജ മിണ്ടുന്നില്ല. പകരം ഈ പറയുന്ന രണ്ട് മുന്നണികളിൽ ഇങ്ങനെ സാധ്യതകൾ നിൽക്കുന്നു എന്ന തരത്തിലാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ UDF-നാണ് സാധ്യത, കൂടുതൽ സാധ്യത, ഈ 90-100 സീറ്റൊന്നും കിട്ടത്തില്ല, അതൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് ആ ഒരു കോൺഗ്രസിനോടുള്ള ദേഷ്യം കൊണ്ട് അവർ പറയുകയാണ്. അതേസമയം BJPയെ കുറിച്ച് കമാ എന്ന ഒരു പത്മജ മിണ്ടുന്നില്ല. BJPക്ക് എന്തെങ്കിലും സാധ്യതയുള്ളതായിട്ട് പറയുന്നില്ല. അതേസമയം രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പറയുന്നത് തങ്ങൾ ഇവിടെ അധികാരത്തിലെത്തും, രണ്ട് മുന്നണികളെയും കേരള ജനത വെറുത്തു കഴിഞ്ഞിരിക്കുന്നു, അപ്പോൾ ഓൾട്ടർനേറ്റീവ് തങ്ങൾ തന്നെയാണ്, അപ്പോൾ തങ്ങൾ അധികാരത്തിലെത്തുമെന്നാണ് നാഴികയ്ക്ക് 40 വട്ടം BJP നേതാക്കൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് BJPയുടെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള പത്മജ വേണുഗോപാൽ ഇത്തരമൊരു പ്രതികരണം നടത്തുന്നത്. BJPക്ക് എന്തെങ്കിലും ഒരു സാധ്യത കേരളത്തിൽ ഉണ്ട് എന്ന് പത്മജ വിശ്വസിക്കുന്നില്ല എന്നതാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.